വീക്കിലി ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പഞ്ഞി പറക്കൽ ടാസ്ക് അലങ്കോലമായി റദ്ദാക്കി. ഈ ടാസ്ക് റദ്ദാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് സാഗറാണ്. അവസാന ആണിയടിക്കുന്ന പോലെ മാരാരും ഒരു കൈവച്ചു. ഇതിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീടിനകത്തുണ്ടായി. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? സാഗർ ചെയ്തത് ശരിയാണോ? അതിനെ പിന്തുണച്ച മാരാരിന്റെ നിലപാടാണോ ശരി? എതിർത്ത വിഷ്ണുവിന്റെ നിലപാടാണോ ശരി? ഈ ഒരൊറ്റ ടാസ്കിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രം നമ്മൾ നോക്കിയാൽ, അതായത് ഈ വീക്കിലി ടാസ്കിൽ ഈ പഞ്ഞി ടാസ്ക് മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാഗർ ആ ബസറടിച്ചത് തെറ്റാണ്. അഖിൽ മാരാറ് അവസാന ബസറടിച്ച് അതിനെ പിന്തുണച്ചതും തെറ്റാണ്. കാരണം ഓൾറെഡി സാഗർ പുറത്തായി, അഖിൽ മാരാറ് പുറത്തായി, അതുപോലെ ആ സമയത്തിനിടയിൽ തന്നെ റിനോഷ്, അങ്ങനെ 4-5 പേര് പുറത്തായി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് ജുനൈസ് ഈ ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ലീഡ് ചെയ്ത് നിന്നൊരാൾ ജുനൈസ് ആണ്. അതുപോലെ തന്നെ റെനീഷ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, നാദറ കളിക്കുന്നുണ്ടായിരുന്നു, വിഷ്ണു നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. സോ ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ജുനൈസിന്റെ കാര്യം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ജുനൈസിന്റെ ബാസ്ക്കറ്റ് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത റൗണ്ടിൽ ജുനൈസ് എങ്ങനെ നോക്കിയാലും പുറത്താകും. കാരണം പഞ്ഞി പുറത്തേക്ക് തള്ളിയിരിക്കും. സോ തള്ളാത്ത വിധത്തിൽ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റും അധികം ഉണ്ടാവില്ല. അപ്പോൾ ജുനൈസ് പുറത്താവേണ്ടത് തന്നെയാണ്. ബാസ്ക്കറ്റ് പൊട്ടിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ജുനൈസ് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴ് ആ ബാസ്ക്കറ്റ് പൊട്ടിപ്പോയി. അത് പൊട്ടാതെ നോക്കേണ്ടത്, ബാസ്ക്കറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്രേ ആണ്. ആ ട്രേ പൊട്ടാതെ നോക്കേണ്ടത് ജുനൈസ് തന്നെയായിരുന്നു. പക്ഷെ അത് പൊട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത റൗണ്ടിൽ ജുനൈസ് പുറത്താവേണ്ടതാണ്. 2 സന്ദർഭങ്ങളിലാണ് സാഗർ ബസറടിക്കുന്നത്. 2 സന്ദർഭങ്ങളിലും അവിടെയുള്ളവർ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാരണങ്ങളാണ് സാഗർ പറഞ്ഞത്. ഈ ഒരു ടാസ്ക് മാത്രം എടുത്തു നോക്കിയാൽ സാഗറിന് ബസറടിക്കാൻ മാത്രം അവിടെ റിയാക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ സാഗർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റുള്ളവർ പരിഹസിക്കുകയും എതിർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അഖിൽ ബസറടിച്ചത്. അങ്ങനെ 3 ബസറടി ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് റദ്ദ് ചെയ്യുന്നത്. 500 ലക്ഷറി പോയിന്റ് ഇവർക്ക് നഷ്ടപ്പെടുക കൂടി ചെയ്തിട്ടുമുണ്ട് ഈ പ്രവൃത്തി കാരണം. അപ്പോൾ ഇവരത് ചെയ്യേണ്ടിയിരുന്നോ എന്ന് നോർമൽ കേസിൽ ഈ വീക്കിലി ടാസ്കിനെ മാത്രം വെച്ച് ചോദിച്ചാൽ വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ 500 ലക്ഷറി പോയിന്റ് കളഞ്ഞ് ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഈ ടാസ്കിനകത്ത് ഒരു പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഒരു പോരായ്മ എനിക്ക് ഉള്ളതുപോലെ തോന്നി. അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നില്ല. മാത്രമല്ല ബസറടിക്കാൻ കൃത്യമായ ഒരു കാരണമൊന്നും അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. അങ്ങനത്തെ ഒരു ടാസ്ക് ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവർ സാഗറും അഖിൽ മാരാറും പുറത്ത് നിന്നിട്ട് ഇവരെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രൊവോക്കിംഗ് ആയ സമയത്ത് എന്ത് ചെയ്തു? ഇവർ ബസറടിച്ചു. ഇനി മുഴുവൻ ബിഗ് ബോസിന്റെ ഗെയിം എടുത്ത് വെച്ച് സംസാരിച്ചാൽ ഇവരാർക്കും കുറ്റം പറയാൻ പറ്റില്ല. പല ടാസ്കുകളിലും ഇതുപോലെ ഗെയിം ചേഞ്ചറായിട്ട് പലരും വന്നിട്ടുണ്ട്. മുമ്പ് ആ ഒരു ഡാൻസ് കളിക്കുന്ന ടാസ്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബസറടിക്കാൻ പറ്റുന്ന ടാസ്ക്. അവിടെ വിഷ്ണു ബസറടിച്ചിട്ടുണ്ട്. അന്ന് ജുനൈസിന്റെ പെർഫോമൻസിനെ ലാലേട്ടന്റെ ആ ഒരു ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു ആണ് ബസറടിച്ച് നിർത്തിയത്. ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ. തിരിച്ച് റിവഞ്ച് ആയിട്ട് വിഷ്ണുവും ദേവും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ജുനൈസും ബസറടിച്ച് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ബസറടി ടാസ്കിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ടാസ്കിൽ സാഗർ ചെയ്യുമ്പോൾ അതുകൊണ്ട് സാഗറിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ 500 പോയിന്റ് പോയി എന്നത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ സാഗറിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അന്ന് ഈ ടാസ്കിൽ ബസറടിച്ചവരുണ്ട്. അതുപോലെ തന്നെ പല ടാസ്കുകളിലും ഗെയിം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ അവർക്ക് ഈ ഗെയിം കളിക്കാം. പക്ഷെ ഇവിടെ ഒരു 500 പോയിന്റ് നഷ്ടപ്പെട്ടു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല സാഗർ വിഷ്ണുവിനെ അനുകരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു ചെറിയ ശ്രമം ഉള്ളതുപോലെ എനിക്ക് തോന്നി. സാഗറായിട്ട് നിന്ന് ഗെയിം കളിക്കുക, ദേഷ്യമൊക്കെ കുറച്ച് ആ പ്രൊവോക്കിംഗ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്ന് കഴിഞ്ഞാൽ സാഗറിന് ടാലൻ്റ് ഉണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്. പക്ഷെ അത് മര്യാദയ്ക്ക് വേണ്ട വിധത്തിൽ ഒരു ഡാൻസ് കളിച്ചാലും എനർജി ആവശ്യത്തിന് ഉപയോഗിക്കുക. പലപ്പോഴും സാഗറിൻ്റെ ഡാൻസ് ഭയങ്കര എനർജിയാണ്. ലാലേട്ടൻ വന്ന വീക്കിൽ സാഗർ ഡാൻസ് കളിക്കുന്ന, മറ്റേ നമ്മുടെ വേലായുധനായിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എനിക്ക് സാഗറിനെ കാണാൻ പറ്റുന്നില്ല. അത്ര സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിന്നൽ മുരളിയിൽ അവർ ഓടുന്ന പോലെ ആ ഒരു സ്പീഡാണ്. മിന്നൽ മുരളിയും വില്ലനും കൂടെ ഓടുന്ന ഒരു സീനുണ്ടല്ലോ, അപ്പോൾ കാണാൻ പറ്റാത്ത സ്പീഡിൽ ഓടില്ലേ. അതുപോലെ സത്യത്തിൽ എനിക്ക് തോന്നിയത് അത്രയ്ക്ക് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. മറിച്ച് ആ സ്പീഡ് കുറച്ച് വളരെ കൂളായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ഡാൻസ് കളിച്ചെങ്കിൽ അടിപൊളിയാണ്. കാരണം നല്ല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര സ്പീഡായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ആ സാഗർ ആവശ്യമുള്ളിടത്ത് മാത്രം ഇടപെടുക, ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക. നമ്മൾ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ കണ്ടെത്താൻ വേണ്ടി സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ ആക്ടിവിറ്റിയുടെ പേരിൽ മാത്രം നമുക്ക് സാഗറിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിന് മുമ്പും പലരും ഇതൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ വിഷ്ണുവും ആരാരും തമ്മിലൊരു ഉടക്ക്, അതൊക്കെ വേണ്ടേ? ഈ ഉടക്കൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഗെയിം? ഇവർ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് അടി ഉണ്ടാവണ്ടേ? നല്ല അടി ഉണ്ടാവണം, ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവട്ടെ. അപ്പോഴല്ലേ ഒരു ഗെയിം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തള്ളിയെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല വിഷ്ണു പോയിട്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്ത് പരാതി പറയുമെന്ന് മാരാരും പറയത്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവട്ടെ, അടി ഉണ്ടാവണം.
അപ്പോഴേ ഗെയിം അടിപൊളിയാവത്തുള്ളൂ. ഈ പറയുന്ന പോലെ എപ്പോഴും സുഹൃത്തുക്കളായിട്ടിരിക്കാൻ ആർക്കും പറ്റത്തില്ലേ? സുഹൃത്തുക്കൾക്കിടയിൽ പിണങ്ങില്ലേ? നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് പിണങ്ങാറില്ലേ? അല്ലെങ്കിൽ ഇത് ബിഗ് ബോസും കൂടെയാണ്. ഇവിടെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഗെയിം കളിക്കണം. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. വിഷ്ണുവും ഗെയിം കളിക്കണം, വിഷ്ണു ഗെയിമിലോട്ട് ഇറങ്ങി വരണം. അത് മാരാരെ പോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് തന്നെ അടിച്ചു തുടങ്ങിയാൽ അത് സൂപ്പറാണ്. പക്ഷേ ഈ ഫൈറ്റിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇവർ 3 പേരും ബെഡ് ഇരുന്നിട്ട് ഓറഞ്ച് ആപ്പിളൊക്കെ മുറിച്ച് തിന്നുന്നുണ്ട്. അത്രയ്ക്ക് ഉള്ളൂ. ഇവരൊക്കെ അതിനെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നവരാണ്. പക്ഷേ വിഷ്ണു മാരാറിനെതിരെ കളിക്കണമെന്നാണ് ഞാനും പറയുന്നത്. എങ്കിലേ ഗെയിം കുറേ കൂടെ സ്ട്രോങ് ആവത്തുള്ളൂ. വെളിയിൽ നിന്ന് ഒരാൾ കയറി വന്ന് കളിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ, അല്ലെങ്കിൽ വൈൽഡ് കാർഡിനെ വീണ്ടും കയറ്റാൻ മേക്കേഴ്സിനെ പ്രേരിപ്പിക്കാതെ വിഷ്ണുവും അതുപോലെ സാഗറും ഒക്കെ മാരാറിനെതിരെ കളിക്കണം. എല്ലാവരും മാരാറിനെതിരെ കളിക്കുക, എല്ലാവർക്കും എതിരെ കളിക്കുക. ഒരാളെ മാത്രം കോർണർ ചെയ്യാതെ എല്ലാവർക്കും എതിരെ കളിക്കുക. അപ്പോൾ രസം ഉണ്ടാവും ഗെയിം. അതിപ്പോൾ എല്ലാവരും ജുനൈസിനെയും ടാർഗറ്റ് ചെയ്യരുത്, അതുപോലെ ജുനൈസും മാരാരും മാത്രം ടാർഗറ്റ് ചെയ്യരുത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുക. എന്തായാലും ഇന്ന് മാരാരും നമ്മുടെ സാഗറും ചേർന്ന് ഒരു 500 പോയിന്റ്, ഒരു 3 കിലോ ചിക്കൻ വാങ്ങിക്കാനുള്ള പൈസ എന്തായാലും കളഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച മിക്കവാറും മാരാരെ ജയിലിലിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ടാസ്കിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരാം. പിന്നെ നമ്മുടെ ലോകപ്രശസ്തയായിട്ടുള്ള PR ഗോമതി ചേച്ചി വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. തൽക്കാലം PRകളെ പരിഗണിക്കാനുള്ള സമയമില്ല, കാരണം കണ്ടന്റുകൾ ഒരുപാടുണ്ട്. അങ്ങനെ PRന് പ്രൊമോഷൻ കൊടുക്കണ്ടെന്നാണ് ഇപ്പോൾ വേനൽ കമ്പനിയുടെ തീരുമാനം. അതുകൊണ്ട് ഗോമതി ചേച്ചി ഇനി എത്ര കുരു പൊട്ടിയിട്ടും കാര്യമില്ല. ഗോമതി ചേച്ചി സമയം കിട്ടുമ്പോഴൊക്കെ ആ നിച്ചുപച്ച നെറ്റിപ്പട്ടം എടുത്തിട്ട് അങ്ങോട്ട് എന്താ പറയുക, നിച്ചുപച്ചയാണെന്ന് പറഞ്ഞ് മാരാർ കിട്ടി ചവിട്ടിക്കൊണ്ടേയിരിക്കുക. കാരണം ചേച്ചിയുടെ നിച്ചുപച്ച പ്രേക്ഷകർ മനസ്സിലാക്കുന്ന കാലം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോമതി ചേച്ചി നിച്ചുപച്ച ഉയർ.